എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരു കാലത്ത് നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളിപ്പോഴും ഒരുപക്ഷെ സ്നേഹിക്കുന്നവർ, അവർ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹവും കരുതലും നിങ്ങളുടെ സംരക്ഷണവും എല്ലാം നൽകി അവർ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിലൊരു കളങ്കവും ഉണ്ടായില്ല. അങ്ങനെ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കാനല്ലാതെ നിങ്ങൾക്ക് അറിയില്ല. എന്നെന്നും ഹൃദയത്തിൽ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ചു. എന്നെന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാ നന്മയും നൽകി നിങ്ങൾ സ്നേഹിച്ചു. സ്നേഹത്തിന് ഒരു കുറവും നിങ്ങൾ നൽകിയില്ല. കാരണം ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയ സ്നേഹം മാത്രമാണ് നിങ്ങൾ അവർക്ക് നൽകിയത്. പക്ഷെ അവരത് പിന്നീട് മാറ്റിക്കളഞ്ഞു. ഒരുപക്ഷെ അവരും ആത്മാർത്ഥമായി സ്നേഹിച്ചിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അവർക്കെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്നേഹമായിട്ട് അത് മാറ്റിയിരിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ നൽകി. നിങ്ങൾക്ക് ആ കാര്യത്തിൽ കുറ്റബോധത്തിൻ്റെ കാര്യമില്ല. നിങ്ങൾ സ്നേഹം നൽകിയപ്പോൾ ഒന്നും എടുത്തു വച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലക്ഷ്യം പോലും നിങ്ങൾക്കുണ്ടായില്ല. അവരിൽ നിന്നും എന്തെങ്കിലും അധികാരം നേടാനോ, അവരിൽ നിന്നും എന്തെങ്കിലും സ്വത്തോ പണമോ ഭൗതികമായതെന്തെങ്കിലും നേടാനോ, അവരുടെ ശാരീരിക സൗന്ദര്യത്തെ ചൂഷണം ചെയ്യാനോ ഒന്നും അല്ലായിരുന്നു നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളവരെ സ്നേഹിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം വേണം, ആത്മാർത്ഥമായ സ്ഥാനം. അത് ഏറ്റവും ആത്മാർത്ഥമായി തന്നെ, നിഷ്കളങ്കമായി തന്നെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ നിങ്ങൾ അവരെ സ്നേഹിച്ചു, ഹൃദയത്തോടടുപ്പിച്ചു. പറഞ്ഞ വാക്കും പ്രവൃത്തിയും നിങ്ങളുടേത് ഒരുപോലെയായിരുന്നു. ഒരിക്കൽ പോലും അതിനെ വ്യതിചലിച്ചുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ ഇഷ്ടം മുന്നോട്ട് പോയപ്പോൾ അവർ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവർ സ്വാർത്ഥമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളോടുള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടും, മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും, പിന്നീട് നിങ്ങളിൽ നിന്ന് കിട്ടാത്തതിൻ്റെ കാര്യങ്ങളായി അവരുടെ ചിന്ത. അങ്ങനെ ആത്മാർത്ഥതയുടെ ആ ഒരു തലമില്ലാത്ത ആ പ്രണയം, ആ ഇഷ്ടം പലതരത്തിലുള്ള ചിന്തയിലേക്ക് മാറി. അങ്ങനെ അവർ നിങ്ങളെ കൈവെടിഞ്ഞു. നിങ്ങൾ വളരെ വേദനയോടെയാണ്, ഒരുപക്ഷെ ഒരുമിച്ച് ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ടെങ്കിലും അവർ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന നിലപാടെടുത്തു. ആദ്യം അവർ അതെല്ലാം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളാണ് ഉത്തരവാദി, നിങ്ങളാണ് കാരണം, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ നിരവധിയായ ന്യായീകരണങ്ങൾ അവർ നിരത്തി, പരാതികൾ നിരത്തി, നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിരത്തി. നിങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കും സംശയമുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു, ഞാൻ അവരോട് ആത്മാർത്ഥത കാണിച്ചില്ലായിരുന്നോ? പക്ഷെ അതൊന്നും അല്ലായിരുന്നു കാരണമെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ അവർക്ക് മതിയായി, അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകാൻ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വാർത്ഥ ലക്ഷ്യങ്ങളും ഒട്ടും അനുവദിക്കാതെയായി. ചിലർ അതിന് പിന്തുണയിൽ നൽകി. അവർക്ക് ആ വ്യക്തിയെ ഒരുപക്ഷെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കാം. ഏറ്റവും ആത്മാർത്ഥമായി നൽകിക്കൊണ്ടിരുന്ന സ്നേഹത്തിന് അവർ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിനെ അവഹേളിക്കുകയോ അതിനെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ ആ അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മുന്നോട്ട് പോയി. പിന്നീട് ജീവിതത്തിൽ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി.
നിങ്ങൾ കരുതിയിരുന്നില്ല നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് അവരെന്തെങ്കിലും മായുമെന്ന്. പക്ഷെ പതുക്കെ പതുക്കെ കാലം നിങ്ങളുടെ മനസ്സിൽ നിന്നും അവരുടെ ചിന്തയെ കുറിച്ചുള്ള ആ വലിയ തരത്തിലുള്ള ആ ഒരു കേളികൊട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രകമ്പനം മാറി മാറി വന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് അവർ കടന്നു വരാറുണ്ട്. അവർ നിങ്ങൾക്ക് നൽകി ഇത്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകിയത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത, പരിധിയില്ലാത്ത സ്നേഹത്തിന് അവർ തിരിച്ചു നൽകിയത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. വേദനകളും അവഗണനകളും അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളുമായിരുന്നു, കുറ്റപ്പെടുത്തലുകളുമായിരുന്നു. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പറയുമായിരുന്നില്ല. അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള മൂല്യം അവർക്കുണ്ടായില്ല. അവർ നിങ്ങളിൽ നിന്ന് രക്ഷ നേടിപ്പോയതുപോലെ അവർക്ക് തോന്നി. മറ്റു ചില ആളുകളുടെ ദുസ്വാധീനമൊക്കെ ആയപ്പോൾ അവരതിനെ അത് ആക്കം കൂട്ടി. അങ്ങനെ അവർ നിങ്ങളിൽ നിന്ന് കടന്നുപോയി. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർമ്മിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. വാശിയോടെ തന്നെ നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട്. നിങ്ങളെ അവഗണിച്ചു പോയ അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മ, അവർ നിങ്ങളോട് ചെയ്ത ആ ഒരു പാതകം, അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? അവർ കുറ്റബോധത്തോടെ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നിങ്ങളോടൊത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മൂല്യവും ആ ബഹുമാനവും ആ ശക്തിയും ആ ആത്മവിശ്വാസവും അവർക്കിപ്പോൾ ഇല്ല. അവർ ഇവിടെ നിന്ന് പോയതിന് ശേഷം അകലെ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ വലിയ ശോഭയോടെ തിളങ്ങുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. അവരുടെ മനസ്സിൽ കുറ്റബോധം വരുന്നു. നിങ്ങളായിരുന്നു ഏറ്റവും നല്ല ചോയ്സ് എന്നുള്ള ചിന്ത അവരിലേക്ക് വരുന്നു. നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് വേദനയോടെ അവർ നിലകൊള്ളുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ വേദന തളം കെട്ടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുശേഷം നേടാനായി. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും അവർക്കത് കൃത്യമായി തോന്നുന്നുണ്ട്. സർവശക്തി അവരുടെ കണ്ണുകളിൽ അതിൻ്റെ മൂല്യം 10 ഇരട്ടിയാക്കി കാണിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കുറ്റബോധത്താൽ നിങ്ങളോട് മാപ്പ് ചോദിക്കാനോ തിരിച്ചു വരാനോ ഒരുങ്ങുന്നു. നിങ്ങളുടെ ഇഷ്ടമാണ് തിരിച്ചെടുക്കേണ്ടതും, നിങ്ങളുടെ ഇഷ്ടമാണ് വീണ്ടും അവർ വരുമ്പോൾ സംസാരിക്കേണ്ടതൊക്കെ. പക്ഷേ കാര്യം അങ്ങനെ സംഭവിച്ചിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.